മലയത്തെ ഓട കാണണമെങ്കിൽ പെട്ടെന്ന് പോയി വരും. ഇവിടെ എത്തിയ സമയത്തുള്ള കാഴ്ച ഉണ്ട് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ എത്ര മൂന്നാറിലും ഊട്ടിയിലും പോയിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. എവിടെ വായിച്ചു തോർക്കുന്നുണ്ട്. പതുക്കെയാണെങ്കിലും മുന്നോട്ട് പോകുന്നവർ നിൽക്കുന്നവരെക്കാൾ എപ്പോഴും മുന്നിലായിരിക്കുന്നു. സംഭവം മാറൊന്നുമല്ല, ചെറിയൊരു പാമ്പിൻ്റെ കുട്ടി അതിൻ്റെ ഉള്ളിൽ അവിടെ കുടുങ്ങി. നമ്മളെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചായയൊക്കെ പറഞ്ഞ് ആ സമയത്താണ് നമ്മളെ ഫ്ലൈറ്റ് പൊന്തി വരുന്നത് കാണുന്നത്. ആസിഫ്ക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആസിഫ്ക്ക ഏതൊക്കെ ഫ്ലൈറ്റുകൾ ഇറങ്ങാണ്ടെന്നാണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി ഒരുപാട് ഫ്ലൈറ്റുകൾ ഇറങ്ങാണ്ടെന്നാണ്. അപ്പോൾ ഞങ്ങളിത് നേരെ മുകൾ ഭാഗത്തേക്ക് പോകും. അവിടെ നിന്നുള്ള കാഴ്ചകൾ കൂടി കണ്ടിട്ടാണ് നമ്മൾ മടക്കം. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. അപ്പോൾ ഞാനിതാ ഒരു മോർണിംഗ് വ്ളോഗായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ 2 ദിവസം മുമ്പ് നമ്മൾ പോയിട്ട് മടങ്ങിപ്പോന്ന നമ്മൾ ചെരിപ്പടിമലയ്ക്ക് പോകാൻ കേട്ടോ. ഇവിടെ എത്തിയ സമയത്തുള്ള കാഴ്ച ഉണ്ട് നമ്മൾ ഈ കാണുന്നത്. അസാധ്യ കോടനെ കേട്ടോ. നല്ല മഴ വരുന്നുണ്ടെന്ന്, നല്ല കോടുണ്ടെന്നേ. നമ്മളെ ചുറ്റുവട്ട പ്രദേശങ്ങളിലൊക്കെ ഇതേപോലുള്ള സ്ഥലങ്ങളുണ്ടാകുമ്പോൾ ഇതൊന്നും നമ്മൾ കാണാതെ നമ്മൾ എത്ര മൂന്നാറിലും ഊട്ടിയിലും പോയിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. നമ്മൾ എടുത്തുള്ള കാഴ്ചകൾ കാണാതെ ഇവിടെ ഈ ക്രഷറിക്കുള്ള ലോറി വരെ ലൈറ്റ് ഇട്ടിട്ടാണ് ഈ സമയത്ത് പോകുന്നത്. അപ്പോൾ നമ്മളിതാ സെൽഫിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് വരികയാണ് കേട്ടോ. മലയത്തെ ഓട കാണണമെങ്കിൽ പെട്ടെന്ന് പോയി വരും. ഈ താഴെ ഭാഗത്തു നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞത് അസാധ്യ രസം തന്നെയാണ്. ഇവിടെ ഞാൻ നിൽക്കുമ്പോഴുള്ള ഫീല് അത് വേറെ തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മളെ പദ്ധതികളൊന്നും നടക്കണം ചേട്ടോ. പക്ഷേ ഒഴുക്കിനൊപ്പം പോകാൻ പഠിച്ചാൽ നമ്മളെ മനസ്സിന് നല്ല സമാധാനം കിട്ടും. എവിടെ വായിച്ചു തോർക്കുന്നുണ്ട്. പതുക്കെയാണെങ്കിലും മുന്നോട്ട് പോകുന്നവർ നിൽക്കുന്നവരെക്കാൾ എപ്പോഴും മുന്നിലായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇവിടെ വന്ന് ഇതേപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീൽ അത് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ചായക്കടയാണിത്. സംഭവം വേറൊന്നുമല്ല, ചെറിയൊരു പാമ്പിൻ്റെ കുട്ടി അതിൻ്റെ ഉള്ളിൽ അവിടെ കുടുങ്ങിക്കണം. അതിനെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ്. നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചായയൊക്കെ പറഞ്ഞ് ഈ വൈബൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കണം കേട്ടോ. ആ സമയത്താണ് നമ്മളെ ഫ്ലൈറ്റ് പൊന്തി വരുന്നത് കാണുന്നത്. ആസിഫ്ക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിങ്ങനെ പൊന്തിയിട്ട് നമ്മളെ റൺവേക്ക് താഴുന്നൊരു കാഴ്ച ഭയങ്കര രസം തന്നെയാണ്. അപ്പോൾ ആസിഫ്ക്ക ഏതൊക്കെ ഫ്ലൈറ്റുകൾ ഇറങ്ങാണ്ടെന്നാണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി ഒരുപാട് ഫ്ലൈറ്റുകൾ ഇറങ്ങാണ്ടെന്നാണ്. അപ്പോൾ ഞങ്ങളിത് നേരെ മുകൾ ഭാഗത്തേക്ക് പോകും. അവിടെ നിന്നുള്ള കാഴ്ചകൾ കൂടി കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ മടക്കം. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്നൊക്കെ ഉള്ളതിന് ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നാളെ നോക്കാം.